കടന്നുപോയിട്ടുണ്ടോ? പ്രവാചകന്റെ പേര് ഒരു ദിവസത്തിൽ തന്നെ 5 നേരമായിട്ട് 10 പ്രാവശ്യം മൈക്കിലൂടെ നമ്മൾ കേൾക്കുന്നതല്ലേ? നേരം എടുക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ടല്ലേ എഴുന്നേൽക്കുമ്പോഴോ? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, പ്രവാചകന്റെ പേര് കേട്ടിട്ടല്ലേ കിടക്കയിൽ നിന്ന് ഞാനും നിങ്ങളും എഴുന്നേൽക്കുന്നത്? ഉച്ച സമയമാകുമ്പോ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ പേര് കേട്ടിട്ടല്ലേ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്? അതേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അതേ കുറച്ച് സമയമെങ്ങാനും നമ്മൾ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് മയങ്ങിയാൽ ആ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമ്മൾ കേൾക്കുകയാണ് പ്രവാചകന്റെ വചനങ്ങളോ, പ്രവാചകന്റെ മധുരമായ സുന്ദരമായ ആ നിസാരത്തിന്റെ പ്രവാചകന്റെ സുന്ദരമായ മനോഹരമായ പേര് നമ്മൾ കേൾക്കുകയല്ലേ? സഹോദരങ്ങളെ, ഓരോ നിമിഷവും നമ്മൾ കേൾക്കുകയാണ്, പ്രവാചകന്റെ പേര് കേൾക്കുകയാണ്. കാരണം പടച്ചവനായ തമ്പുരാന്റെ നിയമമാണ്. അല്ലാഹുവിനെ എവിടെയെല്ലാം പ്രതിപാദിക്കുന്നുണ്ടോ അവിടെയെല്ലാം പ്രവാചകനെ കുറിച്ച് പ്രതിപാദിക്കുമെന്ന് അല്ലാഹു പടച്ചവനായ തമ്പുരാൻ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ എവിടെയെല്ലാം പറയുന്നുവോ അവിടെയെല്ലാം മാറ്റം അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരാൾ യഥാർത്ഥ മുസ്ലിമാകോ? അതിൽ മാത്രം ഒരാൾ വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുസ്ലിമാകോ? ആകോ? ഇല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പ്രവാചകരെ അംഗീകരിക്കണം, ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. അല്ലാഹുവിനെ വിളിക്കുന്ന അതേ സ്ഥാനം പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഹൃദയത്തിൽ കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്, ഇസ്രാ മിഅ്റാജിന്റെ രാത്രി ഭൂമിയിൽ നിന്നും ആകാശ ലോകത്തേക്ക് പോയി. അവിടെ ചെന്ന് ആകാശത്തിലുള്ള 7 ആകാശവും കടന്നു. പ്രവാചകന്മാരെ സന്ദർശിച്ചു, മലക്കുകളെ സന്ദർശിച്ചു, സ്വന്തം സ്വർഗത്തിൽ പോയി, നരകത്തിൽ പോയി, നരകവാസികളെ കണ്ടു, സ്വർഗവാസികളെ കണ്ടു. കാണേണ്ടതെല്ലാം പടച്ചവനായ തമ്പുരാൻ കാണിച്ചു കൊടുത്തു. ഒരു ടൂർ പ്രോഗ്രാം പടച്ചവനായ തമ്പുരാൻ ലോകത്തിന്റെ പ്രവാചകർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ നൽകി. ഇതുവരെ ഒരു പ്രവാചകന്മാർക്കും കൊടുത്തിട്ടില്ല ഒരു ടൂറായിരുന്നു. അജൂറാണ് ഇസ്രാ മിഅ്റാജ്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലമ്മാ ഫറഗ്തു മിൻ അംരി സമാവാതി വൽ അർദ്, ആകാശഭൂമികളെല്ലാം സന്ദർശിച്ചതിന് ശേഷം അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചു, യാ റബ്ബി ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി ഇല്ലാ വഖദ് കറംതഹു ഇത്തഖദ ഇബ്രാഹിമ ഖലീല. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിബിധങ്ങൾ ചോദിക്കുകയാണ്, പടച്ചവനെ, എനിക്ക് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരെയൊക്കെ നീ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പല സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് നീ ആദരിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിമിന് ഖലീൽ എന്ന് പറയുന്ന പേര് കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുത്തു. അല്ലാഹുവിനോട് നേരിട്ട് സംസാരിച്ച പ്രവാചകൻ, അങ്ങനെ ഒരു സ്ഥാനം നീ കൊടുത്തു. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണപ്പെട്ടവരെല്ലാം ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്തു. അങ്ങനെ ഈസാ നബിയെ നീ പരിഗണിച്ചു. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ വലിയ പർവ്വതങ്ങൾ, ആകാശം മുട്ടി നിൽക്കുന്ന വലിയ പർവ്വതങ്ങളെ വരെയും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അതൊക്കെ വളരെ നിസ്സാരമായിട്ട് ഇന്ന് നമ്മൾ ചെറിയ പാറക്കഷണം എടുത്തൊരു ചുറ്റികല്ല് കൊണ്ട് ഉടയ്ക്കുന്ന ലാഘവത്തോടുകൂടി വലിയ പർവ്വതങ്ങൾ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ലളിതമായി സുന്ദരമായി ചെയ്ത് ചെറിയ തട്ട് കൊടുക്കുമ്പോൾ ആ പർവ്വതങ്ങളെല്ലാം തകർന്ന് കരിപ്പണമായി ഭസ്മമാകുമായിരുന്നു. പർവ്വതങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു ദാവൂദ് നബിക്ക്. അതേപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാറ്റിനെ വെളിപ്പെടുത്തി കൊടുത്തു, പിശാചുക്കളെ വെളിപ്പെടുത്തി കൊടുത്തു. കാറ്റിലായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഞ്ചാരം. പിശാചുക്കളെല്ലാം വലിയ വലിയ ഭൂതങ്ങൾ, ഭൂതപ്രേത പിശാചുക്കൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അനുസരണയുള്ള ആട്ടിൻകുട്ടികളെ പോലെ തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് സുലൈമാൻ നബിക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു അനുഗ്രഹമാണ്, മുഅ്ജിസത്താണ്.
ഇതൊക്കെ പടച്ചവനെ നീ എനിക്ക് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാർക്ക് നീ കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ അല്ലാഹുവേ, നീ എനിക്ക് എന്തുകൊണ്ടാണ് പരിഗണിച്ചിട്ടുള്ളത്? എനിക്ക് നീ എന്ത് സമ്മാനമാണ്, എനിക്ക് നീ എന്താണ് തന്നിട്ടുള്ളത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുന്നു. അവരെ സഖദ അൻതൈക അഫദല മിൻ ദാലിക കുല്ലിഹി അല്ലാ ഉദ്കറ ഇല്ലാ ഉദ്കറുക്കും മഈ. ഓ പ്രവാചകരെ, ഈ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാർക്കും ഞാൻ കൊടുത്തിട്ടുള്ള സ്ഥാനങ്ങളെക്കാൾ ഉന്നതമായ സ്ഥാനങ്ങളാണ് അങ്ങേക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. എന്താണ് ഒന്നാമത്തെ സ്ഥാനമെന്നറിയോ? അല്ലാ ഉദ്കറയില്ല ഒരു പ്രവാചകന്മാർക്കും ഞാൻ ഇതേവരെ കൊടുത്തിട്ടില്ലാത്ത ഒരു സ്ഥാനം അങ്ങേക്ക് ഞാൻ തന്നിട്ടുണ്ടോ? എന്താണെന്നറിയോ? എന്റെ പേര് എവിടെയെല്ലാം പ്രതിപാദിക്കുന്നുണ്ടോ, എന്റെ പേര് എവിടെയെല്ലാം പരാമർശിക്കപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം അങ്ങയുടെ പേര് ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് വിളിക്കുമ്പോ, ഇഖാമത്ത് കൊടുക്കുമ്പോ, അത്തഹിയ്യാത്ത് അവസാനിക്കുമ്പോ എന്ന് തുടങ്ങി നമസ്കാരത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും എന്ന് വേണ്ട ഉണർച്ചയിലും ഉയർച്ചയിലും ഉറക്കത്തിലുമൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പേരെവിടെയാണോ നമ്മൾ ഉച്ചരിക്കുന്നത് അവിടെയെല്ലാം പ്രവാചകരുടെ പേരും നമ്മൾ ഉച്ചരിക്കുകയല്ലേ? ബാങ്ക് വിളിക്കുമ്പോ, ഇഖാമത്ത് കൊടുക്കുമ്പോ എന്നു വേണ്ട എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ഹജ്ജ് കർമ്മത്തിന് പോയാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് മാത്രമേ ഒരു അമലുകൾ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം പടച്ചവനായ തമ്പുരാൻ അത്രത്തോളം വിട്ടതാണ് ആരെ? ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനായ ശീത്ത് നബിയോട് പറഞ്ഞു, മകനെ, എന്റെ കാലഘട്ടം കഴിഞ്ഞാൽ നീയാണല്ലോ എന്റെ പ്രതിനിധിയായിട്ട് കടന്നു വരിക. ശീത്ത് നബിയോട് ആദം നബി പറയാണ്, മകന് കൊടുത്ത ഒരു ഉപദേശമാണ്, എന്റെ പ്രതിനിധിയായിട്ട് നീ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നീ എവിടെയെല്ലാം അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുന്നുവോ അവിടെയെല്ലാം ലോകത്തിന്റെ പ്രവാചകരുടെ പേരും നീ ഉച്ചരിക്കണം. ഏത് പ്രവാചകർ? ഇതുവരെയും വന്നിട്ടില്ല, ഇതുവരെ ലോകത്തേക്ക് പൂജാതരായിട്ടില്ല. ഒരു പിതാവ് മകന് പറഞ്ഞു കൊടുക്കുകയാണ്, പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വരാൻ പോകുന്ന ഒരു പ്രവാചകൻ. വന്നു കഴിഞ്ഞ ആ പ്രവാചകർ നമുക്ക് വന്നു കഴിഞ്ഞു പോയ, നമുക്ക് അനുഗ്രഹമായി വസന്തമായി കടന്നു വന്നു പോയ ആ പ്രവാചകരെ കുറിച്ച് ഒരു പിതാവ് മകന് കൊടുക്കേണ്ട ഉപദേശമാണ്. പ്രവാചകരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാനെ മാത്രം പരിചയപ്പെടുത്തിയാൽ പോരാ, അള്ളാനെ പരിചയപ്പെടുത്തുമ്പോൾ അതിനോടൊപ്പം ആ പ്രവാചകരെ കൂടി പരിചയപ്പെടുത്തണം. എത്ര പിതാക്കന്മാരെ, എത്ര മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ കുറിച്ചാ പരിചയപ്പെടുത്തിയത്? കടന്നു വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും എത്രയോ ആണ്ടുകൾ കഴിഞ്ഞിട്ട്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ നിയോഗിതനാകുന്നത്. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ കുറിച്ച് മകനോട് ഉപദേശം നൽകുന്നു, മകനെ, ഈ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അള്ളാനെ കുറിച്ച് പറയുമ്പോ പ്രവാചകനെ കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച് പറയണം. അപ്പോൾ ശൈഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ആരാണ് മുഹമ്മദ് പിതാവ്? പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പിതാവേ, ഉപ്പ, ആരാണ് മുഹമ്മദ്? അല്ലാഹുവിന്റെ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. എന്താണെന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ശൈഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫദ്ഖുർ ഇലാ ജിബ്രിഹി ഇസ്മ മുഹമ്മദ് ഫഇന്നി റഅയ്തു ഇസ്മഹു മക്തൂബൻ അലാ സാഖിൽ അർശ് വഅന ബൈന റൂഹി വഅന ബൈന റൂഹി വത്തീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ പടക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോ മണ്ണിന്റെയും